പ്രിയ സഹോദരങ്ങളെ, ചില സഹോദരങ്ങൾ ഈ അടുത്ത സമയത്ത് എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് ഒരു വിശദീകരണം തരാമോ എന്ന്. ഞാനും കുറേ കാലമായിട്ട് ചിന്തിക്കുന്നൊരു വിഷയമാണ് ഈ 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസികളെ കൃത്യമായിട്ടൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന്. കാരണം ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന വിഷയം പഴയ നിയമ കാലഘട്ടത്തിൽ ദാനിയേൽ പ്രവാചകനോടുള്ള ദൈവത്തിൻ്റെ ചില മറുപടികളുടെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ്. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിൽ ഈ 70 ആഴ്ചവട്ടം ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. 70 ആഴ്ചവട്ടം വളരെ പ്രസംഗിക്കപ്പെടാറുണ്ട്, വിശേഷിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൽ. 70 ആഴ്ചവട്ടവും ക്രിസ്തുവിൻ്റെ സഭയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ഈ 70 ആഴ്ചവട്ടം വായിക്കുന്നവർക്ക് സംശയമുണ്ടാകുന്നത് സ്വാഭാവികം. കാരണം 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന വിഷയം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. അവിടെ പറയപ്പെട്ട വിഷയങ്ങൾ അത് അങ്ങനെ തന്നെ നേരിട്ട് വായിക്കുന്നൊരു വ്യക്തിക്ക് പുതിയ നിയമ വിശ്വാസികളായ ക്രൈസ്തവരുടെ ഇടയിൽ ഈ 70 ആഴ്ചവട്ടത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് സ്വാഭാവികമായി സംശയം ഉണ്ടാകും. അങ്ങനെ സംശയമുണ്ടായ ചില സഹോദരങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ എന്ന് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ചുരുക്കം വാക്കുകളിൽ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ 70 ആഴ്ചവട്ടം വിശേഷിച്ച് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്നൊരു വിഷയമാണ്. അത് പ്രസംഗിക്കപ്പെടാനുള്ളൊരു കാരണം, ഇത് പ്രസംഗിച്ചു തുടങ്ങിയത് 1856 AD-ലാണെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. അത് വേറെ ആരുമല്ല, ജോൺ നെൽസൺ ഡാർബി എന്ന് പറയുന്ന ഒരു ബ്രദറൻ തിയോളജിയൻ. അദ്ദേഹം ഇംഗ്ലണ്ട് മുതലുള്ള പ്രഭുക്കന്മാരായിട്ടുള്ള ക്രൈസ്തവ സമൂഹങ്ങളെ ഭയത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത്, അതായത് സമ്പന്നരായ ഒരു കൂട്ടത്തിന് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഹൃദയം വല്ലാത്ത ഭാരമുണ്ട്, ക്രിസ്തീയ മാർഗത്തിൽ കഷ്ടമുണ്ട്, ഞെരുക്കമുണ്ട്, പൗലോസിൻ്റെ ചില വാക്കുകളൊക്കെ കേട്ട് ഇവരാകെ ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൈസ്തവ ജനതയ്ക്ക് കഷ്ടങ്ങളില്ല, ക്രൈസ്തവ ജനതയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കർത്താവ് സഭയുടെ എടുക്കപ്പെടൽ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞ് ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വലിയ കഷ്ടം അന്ന് ഉണ്ടാകും എന്നൊക്കെ പറയുന്ന മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ പരാമർശങ്ങളെ ബേസ് ചെയ്താണ് പലപ്പോഴും ക്രൈസ്തവ വിശ്വാസികൾ ആശങ്കയിലായിട്ടുള്ളത്. അതുകൊണ്ട് ആ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തെ തന്നെ എടുത്തുകൊണ്ട് ദൈവജനത്തിന് കഷ്ടമില്ല, മഹാകഷ്ടം ഭൂമിയിൽ ഉണ്ടാകും. യേശു കർത്താവ് പറഞ്ഞ മഹാകഷ്ടം ലോകാവസാനത്തിന് മുമ്പായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാകും. അത് എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയാണ്. എതിർ ക്രിസ്തുവിൻ്റെ ആ വാഴ്ച ഇവിടെ ഉണ്ടാകുമ്പോൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത മഹാകഷ്ടങ്ങളുണ്ടാകും. പക്ഷേ ആ മഹാകഷ്ടത്തിലൂടെ ദൈവസഭ പോകത്തില്ല എന്ന് അദ്ദേഹം ഒരാശ്വാസ സന്ദേശം അറിയിച്ചു. ആ ആശ്വാസ സന്ദേശം അവർക്ക് ഉൾക്കൊള്ളണമെങ്കിൽ വേദപുസ്തകത്തിന് തെളിവ് കൊടുക്കണം. സഭ പീഡനത്തിലൂടെ പോകത്തില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം കണ്ടെത്തിയൊരു മാർഗമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ന് പറയുന്ന ആ വാക്യത്തെ കോട്ട് ചെയ്തിട്ട് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വന്നിട്ട് ഇവിടെ 9-ാം അധ്യായം എടുത്തിട്ട് ആ 9-ാം അധ്യായത്തിലെ 70-ാം ആഴ്ചവട്ടം എന്ന് പറയുന്ന വിഷയത്തെ വിശദീകരിച്ചത് വന്നത്. അപ്പോൾ അതിനകത്ത് ഈ 69 ആഴ്ചവട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പുണ്ട്, അഥവാ ഒരു 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 ഇടവേളയുണ്ട് എന്ന് ഇദ്ദേഹം ബോധപൂർവം അതിനകത്ത് ചേർത്ത് പഠിപ്പിക്കുന്നു. 9-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ അവിടെ ഗ്യാപ്പൊന്നും എന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. എന്നിട്ട് ആ ഇടവേള കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ പാർക്കുന്നത്. ഇനി ഒടുക്കത്തെ ഒരാഴ്ചവട്ടം, അതാണ് എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചഘട്ടം. അതായത് അധർമ്മമൂർത്തി വാഴുന്ന മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. അത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ആഴ്ചവട്ടമാണെന്നും അതിതുവരെ വന്നിട്ടില്ലെന്നും 69 ആഴ്ചവട്ടം കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ ഗ്യാപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണക്കിൽപ്പെടാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതുകൊണ്ട് 70-ാം ആഴ്ചവട്ടം എന്ന് പറയുന്നത് അവസാനം ഇനി വരുന്നതേ ഉള്ളൂ. അതാണ് ഈ 7 വർഷം മഹോപദ്രവം. അത് നമുക്കുള്ളതല്ല, യാക്കോബിൻ്റെ തലമുറകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് യാക്കോബിൻ്റെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് ഇതിനെ വർണ്ണിച്ചിട്ട് ഒരു ആശ്വസിപ്പിക്കുന്ന തിയോളജി ഉണ്ടാക്കി. അത് വളരെയധികം ഓടി, കാരണം എല്ലാവർക്കും അത് വളരെ സ്വീകാര്യമായി. അതുകൊണ്ട് ഒരുപാട് പ്രസംഗിച്ച് ഒരുപാട് പേര് അതുകൊണ്ട് ആശ്വസിച്ചു, നമുക്ക് കഷ്ടവും ഞെരുക്കവും ഒന്നും ഇല്ലല്ലോ എന്ന്. ഈ അടുത്ത കാലത്ത് കർത്താവ് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നമുക്ക് കഷ്ടങ്ങളുണ്ടെന്നും നമ്മൾ കഷ്ടങ്ങളെ അതിജീവിക്കുമെന്നും നമ്മൾ എതിർ ക്രിസ്തുവിൻ്റെ തലയെ തകർക്കുമെന്നും നമ്മുടെ കാൽച്ചുവട്ടിൽ അവനായിത്തീരുമെന്നും അങ്ങനെ ശത്രുവിൻ്റെ തല കർത്താവിൻ്റെ കാൽച്ചുവട്ടിനുള്ളിലായി കഴിയുമ്പോൾ അവിടെ നിന്നും പിതാവിൻ്റെ അടുക്കൽ ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറയുന്ന ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശത്രു നമുക്ക് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് അവിടെ നിന്ന് എഴുന്നേൽക്കും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ വിശദീകരിച്ചതിൻ്റെ ഭാഗമായി
ചില സഹോദരങ്ങൾക്കൊരു സംശയം ഉണ്ടായി. ആ സംശയം ഇതാണ്: സഭ പീഡനത്തിലൂടെ പോകുമോ? സഭയെ അങ്ങനെ പീഡനത്തിലൂടെ അയക്കുമോ? ഏതെങ്കിലും മണവാളൻ തൻ്റെ മണവാട്ടിയെ പീഡനത്തിന് അയക്കുമോ? ഈ ഗ്യാപ്പ് തിയറിയിലല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഗ്യാപ്പ് കൃപാകാലഘട്ടമാണ്. അതുകൊണ്ട് ഇതും കഴിഞ്ഞിട്ട് 70-ാം ആഴ്ച തൊട്ട് ഇനി കിടക്കുന്നു. അത് യാക്കോബിന് മാത്രം ഉണ്ടാകുന്നൊരു കഷ്ടകാലമല്ലേ? അത് ഇപ്പം നമുക്കുള്ളതാണോ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്ന സംഭവം നമുക്കുള്ളതാണോ? അത് യഹൂദന്മാർക്ക് പറയുന്ന, പഴയ നിയമസഭക്കാർക്ക് വേണ്ടി പറയുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച ചില തർക്കവാദങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കും. ഇപ്പം ഏതെങ്കിലും മണവാളൻ തൻ്റെ മണവാട്ടിയെ പീഡനത്തിന് അയക്കുമോ എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ഇടയൻ തൻ്റെ ആടുകളെ ചെന്നായ്ക്കളുടെ നടുവിൽ വിടുമോ എന്നും കൂടി നമുക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ കൃത്യമായി കർത്താവ് മറുപടി പറയുന്നു: അതേ, വിടും, ഞാൻ നിങ്ങളെ അയക്കുമെന്ന് തന്നെയാണ്. ഒരുപാട് തെളിവുകൾ അതിനുണ്ട്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്, നമ്മുടെ വിഷയം 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന വിഷയം ആയതുകൊണ്ട് നമുക്ക് ആ 70 ആഴ്ചവട്ടം എന്താണെന്നൊന്ന് പഠിക്കാം. 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 3 മുതൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇതിനെക്കുറിച്ചൊരു വ്യക്തത വരും. 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദാനിയേൽ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദൈവം തയ്യാറാക്കിയെന്നും ആ മറുപടി നിറവേറേണ്ടുന്ന കാലഘട്ടത്തെക്കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. അതായത് 70 ആഴ്ചവട്ടം എന്ന് പറയുന്നൊരു കാലക്കണക്ക് വെച്ചിട്ട് പറയുക, ഈ കാലങ്ങൾക്കുള്ളിലായി നിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും എന്ന് ദൂതൻ വന്ന് ദാനിയേലിനോട് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പം ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥന നിറവേറാനായിട്ട് ദൈവം നിശ്ചയിച്ച കാലപരിധിയാണ് 70 ആഴ്ചവട്ടം. ആ പ്രാർത്ഥന ഇതുവരെയും നിറവേറിയില്ല എന്ന് സ്ഥാപിക്കലാണോ ഇവർ ചെയ്യുന്നത് എന്ന് ഈ വിഷയം പഠിച്ചു വരുന്ന ഒരാൾക്ക് സ്വാഭാവികമായ സംശയം ഉണ്ടാവും. അപ്പോൾ ആ പ്രാർത്ഥന എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആ പ്രാർത്ഥനയും എന്താണ് ആ പ്രാർത്ഥനയ്ക്കുള്ള പരിഹാരം, അത് 70 ആഴ്ചവട്ടം കൊണ്ട് എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്നൊക്കെ ഈ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേധ്യ സന്തതിയിൽ ഉള്ള അഹശ്വരേശൻ്റെ മകനുമായ ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. മനസ്സിലായോ? ദാനിയേൽ പ്രവാചകൻ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വായിച്ചപ്പോൾ അവിടെ ഒരു 70 വർഷം, 70 ആഴ്ചവട്ടമല്ല, 70 വർഷം, ഒരു 70 വർഷങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് നിറവേറുന്നതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് കണ്ട് വായിച്ചു ബോധ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിനൊരു ആഗ്രഹം. ആർക്കാണ്? ദാനിയേൽ പ്രവാചകനൊരു ആഗ്രഹം. അങ്ങനെ യിരെമ്യാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ 70 വർഷം കൊണ്ട് ചില കാര്യങ്ങളെ തീർക്കാനായിട്ട് ദൈവം തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുവെങ്കിൽ എനിക്കൊരു പ്രത്യേക വിഷയം ദൈവത്തോട് പറയാനുണ്ട്, അത് ഞാനിതാ ദൈവത്തോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിച്ച 70 വർഷ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരറിവിൻ്റെ അടിസ്ഥാനത്തിൽ ദാനിയേൽ ചില പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പിന്നെ നമുക്കിതിനകത്ത് ഈ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 70 വർഷ കാലഘട്ടം എന്താണെന്നും പരിശോധിക്കാം. അത് 70 ആഴ്ചവട്ടവുമായി ഒരു ബന്ധമുള്ള കാര്യമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം നമുക്ക് പരിശോധിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വേദഭാഗം ഞാൻ വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിൻ്റെ ഒച്ചയും വിളക്കിൻ്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിന് 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകനോട് പറയുകയാണ്, ഇസ്രായേൽ ജനം 70 വർഷം ബാബിലോണിൽ അടിമകളായി പോകും.
70 വർഷം കഴിയുമ്പോൾ ബാബിലോണിനെ ഞാൻ ശൂന്യമാക്കി, ഈ 70 വർഷം കഴിയുമ്പോൾ പ്രവാസികളായി പോയവരെ ഞാൻ മടക്കി വരുത്തും എന്ന് പറയുന്നൊരു പ്രവചനം ദാനിയേൽ പ്രവാചകൻ യിരെമ്യാ പ്രവാചകൻ്റെ മുമ്പ്, ദാനിയേലിന് മുമ്പുണ്ടായിരുന്ന യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മളിപ്പോൾ വായിച്ചതുപോലെ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു രംഗമാണ്. ഇതിൻ്റെ തന്നെ യിരെമ്യാ പ്രവാചകൻ്റെ തന്നെ 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 29-ൻ്റെ 10 മുതലുള്ള വേദഭാഗത്തിൽ ഇങ്ങനെ പറയുന്നത്. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, യഹോവയുടെ അരുളപ്പാട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അഥവാ 70 വർഷം യാക്കോബിൻ്റെ കഷ്ടകാലമാണ്. ആ കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രവാസികളായി, 70 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളെ മടക്കി വരുത്തൂ. അവരെ 70 വർഷ കാലഘട്ടത്തിൽ പ്രവാസികളായിരിക്കേണ്ടതിന് ദൈവം അയക്കുകയാണ്. ഒരു 70 വർഷ കാലഘട്ടം ഈ ദാനിയേൽ വായിച്ച് മനസ്സിലാക്കുകയാണ് ഈ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ. എന്നിട്ട് വീണ്ടും അവിടെ വായിക്കുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന, അതായത് യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേൽ ജനമേ, 70 വർഷത്തെ നിങ്ങളുടെ പ്രവാസം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവരുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. നന്മയ്ക്കത്രേ ഉള്ളൂ നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതായത് യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്കൊരു ശുഭഭാവി ഞാൻ തരും. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം നന്മയ്ക്കാക്കി തരും എന്നൊക്കെ പറയാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ വിഷയങ്ങൾക്ക് പരിഹാരം കൊടുക്കുമെന്ന് മുമ്പ് യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതും അത് നിവൃത്തിയായിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ മനസ്സിലായപ്പോൾ ദാനിയേൽ ഇതാ അടുത്ത വിഷയം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 30-ൻ്റെ 7 വളരെ വ്യക്തമായി പറയുന്നു, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം, അത് യാക്കോബിൻ്റെ കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്നും രക്ഷിക്കപ്പെടും. അതായത് യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ സംഭവമാണ്. ദാനിയേലിന് മുമ്പേ കഴിഞ്ഞുപോയൊരു സംഭവമാണ്. അപ്പോൾ യാക്കോബിൻ്റെ ആ കഷ്ടകാലം, ഇസ്രായേലിൻ്റെ ആ കഷ്ടകാലം 70 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് ഇവരെ ഞാൻ മടക്കി വരുത്തി അവർക്കൊരു ശുഭഭാവി വരുത്തുമെന്ന് പറയുന്ന വിഷയം ദാനിയേൽ പ്രവാചകൻ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ദാനിയേൽ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അതാണ് നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വരേശിൻ്റെ മകനുമായ ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ, ദാര്യാവേശ് രാജാവിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടി അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ആര്? ദാനിയേൽ പ്രവാചകൻ മുഖം തിരിച്ചു. എൻ്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞത് എന്തെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ട് അനുസരിച്ചതുമില്ല. കർത്താവേ, നിന്റെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ ലജ്ജയത്രേ. നിന്നോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും സമീപസ്ഥരും ദൂരസ്ഥരുമായ യഹൂദ പുരുഷന്മാരെയും യെരൂശലേം നിവാസികൾക്കും എല്ലാ ഇസ്രായേലിനും തന്നെ കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുക. ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം
കേട്ടനുസരിച്ചില്ല. ഈ പ്രാർത്ഥന നിങ്ങൾ നോക്ക്, താഴോട്ട് പ്രാർത്ഥന കിടക്കുകയാണ്. അപ്പം നീ ഞങ്ങളെ വിടുവിച്ചു, നീ ഞങ്ങളെ നടത്തി, പക്ഷേ ഞങ്ങളിതൊന്നും അനുസരിച്ചില്ല. ഞങ്ങളുടെ രാജാക്കന്മാരും അനുസരിച്ചില്ല, ഞങ്ങളുടെ പ്രവാചകന്മാരും അനുസരിച്ചില്ല, ഞങ്ങളുടെ പ്രഭുക്കന്മാരും അനുസരിച്ചില്ല. ഞങ്ങളുടെ ഈ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നിങ്ങനെയാണ് ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തി തരണമേ, ഞങ്ങളുടെ ഈ പാപങ്ങളെ ദൈവമേ പരിപൂർണമായിട്ട് ഞങ്ങളോടൊന്ന് ക്ഷമിച്ച് ഞങ്ങളെ ഈ അകൃത്യത്തിൽ നിന്നൊന്ന് വിടുവിക്കണമേ എന്നുള്ളതാണ് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന കേട്ടിട്ട് അതിൻ്റെ 20-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കാം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപവും ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്ത് വന്നു. അഥവാ ദാനിയേൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, തൻ്റെ ജനത്തിൻ്റെ അകൃത്യത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ ദൈവമേ സഹായിക്കണമേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പണ്ട് ദാനിയേൽ ദർശനത്തിൽ കണ്ട അതേ ഗബ്രിയേൽ ഇപ്പോൾ ഇതാ ദാനിയേലിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. അടുത്ത് വന്നിട്ട് അവൻ വന്ന് എന്നോട് പറഞ്ഞതെന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിൻ്റെ യാചനകളുടെ ആരംഭത്തിക്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അപ്പോൾ ദൂതൻ വന്നിട്ട് പറയുക, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ പോരുന്നത്. അപ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഏത് നിലയിലാണ് നിവർത്തിക്കാൻ പോകുന്നതെന്ന് ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തരാൻ പോവാണ്. നീ അത് ഗ്രഹിച്ച് ചിന്തിച്ചു കൊള്ളുക. ഒരു ദർശനം ഞാൻ നിങ്ങൾക്ക് തരാം, നീ അത് ഗ്രഹിച്ച് ചിന്തിച്ചു കൊള്ളുക. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായിട്ടാണ് 24-ാമത്തെ വാക്യം മുതൽ 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കണക്ക് പറയുന്നത്. 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 70 വർഷവും 70 ആഴ്ചവട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ആഴ്ചവട്ടം എന്ന് കണക്കാക്കുന്നത് ഒരാഴ്ചവട്ടം 7 ദിവസം. ഒരാഴ്ചവട്ടം വർഷക്കണക്കിൽ എഴുതിയാൽ 7 വർഷം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലോട്ടൊന്ന് പോകണം. ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ യാക്കോബിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഈ ഒരാഴ്ചവട്ടം എന്നൊക്കെ പറയുന്നത് എന്തിനെയാണെന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക, എന്നാൽ നീ ഇനിയും 7 സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. അതായത് അനുജത്തിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാൽ ചെന്ന്, പക്ഷേ ജ്യേഷ്ഠത്തെയാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അനുജത്തിയെ കൂടി വിവാഹം കഴിക്കണം താല്പര്യം. അപ്പോൾ പറഞ്ഞു, നീ ഒരാഴ്ചവട്ടം കൂടെ എൻ്റെ അടുക്ക പണിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാഴ്ചവട്ടം പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം 7 വർഷം പണിയെടുക്കുകയാണ്. അങ്ങനെ 7 വർഷം പണിയെടുത്താൽ അനിയത്തിയെ കൂടി വിവാഹം കഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ആ വിഷയം എടുത്ത് എന്തിനാന്ന് വെച്ചാൽ, ഈ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്താൻ ഒരു തെളിവ് വെച്ചതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 70 ആഴ്ചവട്ടം ഞാൻ നിനക്കും ഇസ്രായേലിന് നിയമിച്ചിരിക്കുന്നതെന്ന് ദൈവം ഗബ്രിയേൽ മുഖാന്തരം ദാനിയേലിനോട് പറയുമ്പോൾ 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 70 ഗുണം 7 വർഷം, അഥവാ 490 വർഷ കാലഘട്ടം. 70 വർഷമല്ല, 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 490 വർഷമാണ്. ഈ 490 വർഷം കൊണ്ട് ദാനിയേലെ, നീ ഇപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, നിൻ്റെ ജനം നിൻ്റെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവർ സഞ്ചരിക്കുന്നില്ല. പലപ്പോഴും ദൈവം അവരെ സ്നേഹിച്ചു വിടുവിച്ചൊക്കെ നടന്നിട്ടും അവർ പിന്നെയും ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നു. അവരുടെ പാപം പിന്നെയും പെരുകുന്നു. അതിനിങ്ങനെ നിരന്തര യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പാപപരിഹാര ക്രിയകൾ ഇങ്ങനെ നടക്കുന്നു. പിന്നെയും ഇവർ പാപിയാകുന്നു, വീണ്ടും യാഗം നടത്തുന്നു, വീണ്ടും പാപിയാകുന്നു. ഈ പറയുന്ന സ്ഥിതിയിൽ നിന്ന് ഇവരെ ശാശ്വതമായി ഒന്ന് വിടുവിക്കണമേ എന്നുള്ളതല്ലേ നിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന പൂർത്തീകരിക്കാൻ ഒരു 490 വർഷം കാത്തിരിക്കേണ്ടി വരും. അപ്പം 490 വർഷം കൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് 24-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്. അഥവാ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70 ആഴ്ചവട്ടത്തിനുള്ളിൽ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. 70 ആഴ്ചവട്ടം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ആരെങ്കിലും വാദിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി
ഇതുവരെയും പൂർത്തിയായില്ല എന്ന് പറയേണ്ടി വരും. അഥവാ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ജനത്തെ അവരുടെ അകൃത്യത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അകൃത്യത്തിൽ നിന്ന് അവരെ മോചിക്കാൻ ദൈവം പ്രത്യേകിച്ചൊരു ക്രമീകരണം ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് വാദിക്കേണ്ടതായിട്ട് വരും. അവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുക. ശ്രദ്ധിക്കുക, 24-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നത്, അതിക്രമത്തെ തടസ്സം ചെയ്ത് അതായത് 23-ാമത്തെ വാക്യം മുതൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു, നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 70 ആഴ്ചവട്ടം എന്തിനാണ് നിയമിച്ചിരിക്കുന്നതെന്ന് പറയുന്ന പ്രയോഗമാണ് 24-ാമത്തെ വാക്യത്തിൽ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിനു പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നിന്റെ ജനത്തിനും, ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാത്രമാണ് ഈ 70 ആഴ്ചവട്ടം. ആ 70 ആഴ്ചവട്ടം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി ദാനിയേലിൻ്റെ ജനമെന്ന് പറയുന്നത് ആരാണ്? ദാനിയേലിൻ്റെ ജനമെന്ന് പറയുന്നത് ഇസ്രായേലാണ്. ആരാണ് ഈ ഇസ്രായേൽ? ഇസ്രായേലിൽ നിന്ന് ജനിച്ച എല്ലാവരും ഇസ്രായേലിലാകുന്നില്ല. പൗലോസ് പിന്നീട് അതിന് വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇസ്ര അധികം ഏൽ എന്ന് പറയുന്ന 2 പദങ്ങളുടെ സമന്വയത്തിലാണ് ഇസ്രായേൽ എന്ന വാക്കുണ്ടാകുന്നത്. ഇത് യാക്കോബ് ദൈവത്തോട് മല്ലുകെട്ടി നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം നൽകിയ ഒരു അനുഗ്രഹ വാക്കാണ് ഇസ്രായേൽ. എന്തുവാ? ഇസ്ര എന്ന വാക്കിൻ്റെ അർത്ഥം പോരാടി എടുത്തതെന്നാണ്. ഏൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമെന്നാണ്. അത് ദൈവം പോരാടി തന്നോട് ചേർത്തത്, ദൈവം തനിക്കായി സ്വന്തമാക്കി തീർത്തത്, ദൈവം സ്വന്തമാക്കി തീർത്തത്. അപ്പോൾ യാക്കോബിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, യാക്കോബ് ഇന്നു മുതൽ നീ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയവൻ എന്ന പേരിൽ നീ അറിയപ്പെടും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ലോകത്ത് മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തമാകാൻ കഴിയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മകനായി മാറാൻ കഴിയുക എന്നുള്ളത്, ദൈവത്തിൻ്റെ വകയായി മാറാൻ കഴിയുക എന്നുള്ളത്, ദൈവത്തിന് നമ്മുടെ മേലൊരു അവകാശമുണ്ട് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് പിന്നീട് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധന്മാരുടെ മേൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം എന്തെന്ന് ഗ്രഹിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇത് ഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമാണ്. അപ്പം നമ്മുടെ മേൽ ദൈവത്തിനൊരു അവകാശമുണ്ടെങ്കിൽ നമ്മൾ ഇസ്രായേലായി മാറി. അഥവാ യാക്കോബിൻ്റെ മേൽ ദൈവത്തിനൊരു അവകാശം വന്നപ്പോൾ യാക്കോബ് ഇസ്രായേലായി. ആ ഇസ്രായേലിന് വേണ്ടിയാണ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദാനിയേലിൻ്റെ ജനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട ജനമാണെങ്കിൽ ആ ജനത്തിൽ ഞാനും നിങ്ങളും പെടും. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സുവിശേഷത്താൽ ഏത് ജാതിയിൽപ്പെട്ടവനെയും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശിയും ഏകശരീരസ്ഥരുമാക്കി തീർക്കുന്നതാണ് ക്രിസ്തുമർമ്മമെന്ന് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കുന്നതിന് മുമ്പായി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ലോകത്തിൽ ദൈവമില്ലാതിരുന്ന, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്ന നിങ്ങളെയും ഇപ്പോൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഇനി അന്യന്മാരല്ല, ദൈവത്തിൻ്റെ സ്വന്തം ഭവനക്കാരായി മാറിയിരിക്കുന്നു എന്ന് ആരോടെ പറയുന്നത്? സുവിശേഷം കേട്ട് വിശ്വസിച്ച് ചേർന്നിട്ടുള്ള സകല മനുഷ്യരോടും. ചുരുക്കി പറഞ്ഞ് നമ്മളെല്ലാവരുമാണ് ഇപ്പോൾ ഇസ്രായേലിയർ. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന നാം തന്നെയാണ് യഥാർത്ഥ ഇസ്രായേലിയരെന്ന് പൗലോസ് പഠിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാനിയേൽ പ്രാർത്ഥിച്ചത് ദാനിയേലിൻ്റെ ജനം അഥവാ ഇസ്രായേലിൻ്റെ അകൃത്യത്തിന് പ്രായശ്ചിത്തം ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിട്ട് അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്താനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 70 ആഴ്ചവട്ടത്തിനുള്ളിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നടക്കണം. 70 ആഴ്ചവട്ടം ഇതുവരെയും പൂർത്തിയായിട്ടില്ലെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഏത് കാര്യങ്ങളൊക്കെയാണ്? അതിക്രമത്തെ തടസ്സം ചെയ്തും പാപങ്ങളെ മുദ്രയിട്ടുകൊണ്ട് അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുക എന്ന് പറയുന്ന വിഷയം ഇതുവരെയും നടന്നില്ല എന്ന് പറയേണ്ടി വരും. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിറവേറേണ്ടതിനായിട്ടാണ് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നതെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഈ 70 ആഴ്ചവട്ടം എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് താഴോട്ട് പറയാൻ പോവുകയാണ്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നതു മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. മനസ്സിലായോ? അഭിഷിക്തന്മാരായിട്ടുള്ള അനേകരെ കൊണ്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരുന്നത്. ഇനി അഭിഷിക്തനായ പ്രഭു വരെ അഥവാ എന്നുവരെ ദൈവത്തിൻ്റെ അഭിഷിക്തനായ പ്രഭുക്കന്മാർ ഇസ്രായേൽ നടത്തിയിരുന്നോ അതുവരെ ഒരു 7 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കണക്ക് വെച്ചു.
7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 × 7 49 വർഷം എന്നാണ് യെരുശലേമിനെ പുതുക്കിപ്പണിവാൻ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ. യെരുശലേമിനെ പുതുക്കിപ്പണിവാൻ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ എന്നാണോ കൽപ്പന പുറപ്പെട്ടത് അന്ന് മുതൽ ഒരു 49 വർഷം വരെ, അതാണ് 7 ആഴ്ചവട്ടം എന്ന് പറയുന്നത്, അതുവരെ അഭിഷിക്തനായ പ്രഭുക്കന്മാർ നടത്തും. അതിനുശേഷം അഭിഷിക്തന്മാരില്ലാത്തൊരു കാലഘട്ടം ഇസ്രായേലിനുണ്ടാകും. അത് എത്ര കാലമുണ്ടാകും? വീണ്ടും താഴോട്ട് വായിക്കുന്നു. പുറപ്പെട്ട നാൾ മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലത്തിൽ വീണ്ടും പണിയും. ഇസ്രായേലിനെ വീണ്ടും പണിയും, അഭിഷിക്തന്മാരില്ലാതെ പണിയും. എത്ര കാലം? 62 ആഴ്ചവട്ട കാലഘട്ടം. 62 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 62 × 7, ഏതാണ്ട് അത്രത്തോളം വർഷത്തോളം ഇസ്രായേൽ ഒരു അഭിഷിക്തന്മാരും ഇല്ലാത്തൊരവസ്ഥയുണ്ടാകും. അതാണ് നമ്മൾ മലാഖി പ്രവാചകനും ക്രിസ്തുവിനും ഇടയ്ക്കുള്ള ഇരുണ്ട കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്, അഥവാ അപ്പോക്രിപ്പ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലെ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെട്ട നാൾ മുതൽ ഒരു 7 ആഴ്ചവട്ടം നിങ്ങൾക്കുണ്ടാകും അഭിഷിക്തന്മാരുടെ നിയന്ത്രണത്തിൽ. അതിനുശേഷം അഭിഷിക്തന്മാരില്ലാത്തൊരു കാലഘട്ടം 62 ആഴ്ചവട്ടം, അത് ഇരുണ്ട കാലഘട്ടമായിരിക്കും. അങ്ങനെ മൊത്തം ഒരു 69 ആഴ്ചവട്ടം കഴിയുമ്പോഴാണ് 70 ആഴ്ചവട്ടം വരുന്നത്. ഈ 69 ആഴ്ചവട്ടം കഴിഞ്ഞതിന് ശേഷം 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഈ അഭിഷിക്തൻ ഛേദിക്കപ്പെടുമ്പോൾ അവിടെ വീണ്ടും പറയുന്നു, അവൻ ആരുമില്ലെന്ന് വരും. അപ്പോൾ ഒരു അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നു. ആ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്ന സമയത്ത് അവനോടൊപ്പം നിൽക്കാൻ ആരുമില്ലാത്തൊരു അന്തരീക്ഷം. വീണ്ടും പറയുന്നു, പിന്നെ അതിനുശേഷം വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും, അതായത് ഇസ്രായേലിൻ്റെ വിശുദ്ധ മന്ദിരം, യെരുശലേം ദേവാലയം, അത് നശിപ്പിക്കപ്പെടും. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അവൻ്റെ എന്നാണ് ബൈബിൾ സൊസൈറ്റി ഇറക്കുന്ന മലയാള വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അടുത്ത പ്രയോഗം. നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും, അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കുമെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഗ്രീക്ക് ബൈബിളിൽ അങ്ങനെയല്ല. മറ്റു പല ട്രാൻസ്ലേഷനിൽ നിങ്ങൾ പരിശോധിക്കാം. അവൻ്റെ എന്ന പ്രയോഗത്തിൽ എഴുതിയിരിക്കുന്നിടത്ത് അതിൻ്റെ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിൻ്റെ അവസാനം ഒരു പ്രളയമായിരിക്കും, ഒരു പ്രളയം പോലെയായിരിക്കും. ഈ അവൻ്റെ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറയുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം. വ്യക്തിയല്ല, അതിൻ്റെ എന്ന പ്രയോഗമാണ് അവിടെ ശരിക്കും വരുന്നത്. അത് ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ യെരുശലേം ദേവാലയത്തിൻ്റെ തകർച്ച നടക്കുമ്പോൾ അതിൻ്റെ അവസാനം ഒരു പ്രളയം പോലെയായിരിക്കും. അഥവാ വരുവാനിരിക്കുന്ന ഒരു പ്രഭു, അതായത് അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടതിന് ശേഷം ഇസ്രായേലിൽ വരുന്ന പ്രഭുവിൻ്റെ പടജനം ഈ ദൈവാലയത്തെ നശിപ്പിച്ച് കളയും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും അതിനെ ഒന്നുകൂടി വിശദീകരിച്ചു പറയുന്നു, അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പിന്നീട് ലോകാവസാനത്തെക്കുറിച്ചോ ഇവിടെ 70 ആഴ്ചവട്ടത്തിനകത്ത് നിറവേറണമെന്ന് പറയുന്ന വിഷയം നിങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കുന്നു ഞാൻ. അത് അകൃത്യത്തെ തടസ്സം ചെയ്ത് നിത്യനീതി വരുത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുന്ന പദ്ധതിയാണ്. അത് 70 ആഴ്ചവട്ടം കൊണ്ട് പൂർത്തിയാകും. ആ വിഷയം തന്നെ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കും. ഇവിടെയാണ് ഈ ഒരാഴ്ചവട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കും എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വാക്കെടുത്തു പിടിച്ചിട്ടാണ് ഇതാണ് മഹോപദ്രവം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. വലിയ കഷ്ടമുണ്ടാകുമെന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടിരിക്കുന്നില്ലേ? അത് ഈ അവസാന ആഴ്ചവട്ടത്തിലെ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് പല ആളുകളും പഠിപ്പിക്കുന്നത്. പക്ഷേ അതങ്ങനെയാണോ? നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കാരണം 70 ആഴ്ചവട്ടം കൊണ്ട് പൂർത്തീകരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഇതാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പറയുന്ന അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. നിയമത്തെ കഠിനമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർ ക്രിസ്തുവിനെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനോമോസ് എന്നാണ്. അനോമോസ് എന്ന് പറഞ്ഞാൽ നിയമത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവൻ. നിയമത്തെ കഠിനപ്പെടുത്തുന്നതും നിയമത്തെ ഇല്ലാതാക്കുന്നതും രണ്ടാണ്. നിയമം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ നിയമത്തെ കഠിനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കുക എന്നാണ്, കുറച്ചുകൂടെ ബലപ്പെടുത്തുക എന്നാണ്, അല്പം കൂടെ കഠിനപ്പെടുത്തുക എന്നാണ്.
ഇല്ലാതാക്കലല്ല. എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ നിയമത്തെ മറിച്ച് കളയുക, നിയമം അനുസരിക്കാതെ ജനത്തെ, ആ നിയമം പാലിക്കേണ്ടതില്ല, അത് റദ്ദാക്കാനുള്ള ശ്രമത്തിലാണ് അവൻ്റെ. പക്ഷെ ദൈവത്തിൻ്റെ ഇവിടെ എഴുതിയിരിക്കുന്നത് നിയമത്തെ സ്ട്രെങ്തനാക്കുക, കഠിനപ്പെടുത്തുക. ഇതെപ്പോഴും നടന്നെന്നറിയാമോ? ഇത് നമ്മൾക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ വായിച്ചാൽ മനസ്സിലാവും. യേശുക്രിസ്തു വന്നാണ് ഇത് ചെയ്യുന്നത്. അതാണ് അഭിഷിക്തൻ. ഇവനിൽ ചെവി കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞു, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിലിരിക്കുന്നുവോ അതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞ് യോഹന്നാൻ വെളിപ്പെടുത്തുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ മേൽ വന്നപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. വാസ്തവത്തിൽ അഭിഷേകം അവിടെയാണ്. അവനാണ് അഭിഷിക്തനായിട്ട് വരുന്നത്. എന്തിനു വേണ്ടി? ഈ നിത്യനീതി വരുത്താനുള്ള അഭിഷിക്തനായി വരുന്നത്. അവനാണ് നിരന്തര ഹോമയാഗത്തെ നിർത്തലാക്കാൻ വന്നത്. ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആരും കഴിക്കേണ്ട. നാളിതുവരെ ഹോമയാഗങ്ങളും പാപയാഗങ്ങളും ഒക്കെ നിന്റെ ജനത്തിന്, ഇസ്രായേലിന് ആവശ്യമായിരുന്നു. എന്നാൽ ഇനി യാഗങ്ങളൊന്നും വേണ്ട. ഏക യാഗത്താൽ സകല യാഗത്തെയും പൂർത്തീകരിച്ചുകൊണ്ട് അവൻ്റെ പരമയാഗം, ആ അഭിഷിക്തൻ്റെ പരമയാഗം ഈ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ നടക്കും. ഈ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ അവൻ നിയമത്തെ കഠിനമാക്കും. എങ്ങനെ നിയമത്തെ കഠിനമാക്കുന്നത്? നിയമത്തെ കുറച്ചുകൂടെ കഠിനപ്പെടുത്തിക്കൊണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? എവിടെയാ? മോശയുടെ ന്യായപ്രമാണത്തിലാണ് വായിച്ചിരിക്കുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നു, ഒരു ചെകിടത്തടിക്കുന്നവന് മറു ചെകിട് കാണിച്ചു കൊടുക്കുക. നിയമം അല്പം കൂടി നിയമം കഠിനപ്പെടുത്താൻ നിയമം തന്നവനെ കൊണ്ടേ പറ്റത്തുള്ളൂ. നിയമം ദൈവമാണ് തന്നതെങ്കിൽ ആ നിയമത്തെ സ്ട്രോങ് ആക്കാൻ, നിയമത്തെ കഠിനപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതാണ് യേശുക്രിസ്തു ആ നിയമത്തെ കഠിനപ്പെടുത്തുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തെ കഠിനപ്പെടുത്തുക ചെയ്യുന്നത്. വ്യഭിചാരം, സ്ത്രീയെ നോക്കേണ്ടതിന്, മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്തു പോയി. വ്യഭിചാരം ചെയ്യരുതെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? ഞാനോ നിങ്ങളോട് പറയുന്നു, മോഹിക്കേണ്ടതിന് ജസ്റ്റ് നോക്കിയാൽ പോലും അത് വ്യഭിചാര തുല്യമായി മാറുന്നു. നിയമത്തെ കഠിനപ്പെടുത്തുകയാണ്. ആരാ ഇത് ചെയ്തേ? അഭിഷിക്തൻ. ഏതഭിഷിക്തൻ? പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുന്ന, നിത്യനീതി വരുത്തുവാൻ അഭിഷേകം ലഭിച്ചവൻ. അവിടെ അവൻ നിയമത്തെ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കും. ഈ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ എന്ന് പറയുമ്പോൾ 62 ആഴ്ചവട്ടവും അതിന് മുമ്പുള്ളൊരു 7 ആഴ്ചവട്ടവും. ആദ്യം ഒരു 7 ആഴ്ചവട്ടം മലാക്കി പ്രവാചകൻ വരെയുള്ള കാലഘട്ടം. പിന്നീട് 62 ആഴ്ചവട്ടം, അഥവാ ഇരുണ്ട കാലഘട്ടം. ഈ 62ഉം ഈ 7ഉം കൂടെ ചെല്ലുമ്പോൾ 69 ആഴ്ചവട്ടം. 69 ആഴ്ചവട്ടം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 70-ാമത്തെ ആഴ്ചവട്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഈ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടേയില്ല. മാത്രമല്ല ഈ 9-ാം അധ്യായം ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ടുമല്ല പറയുന്നത്. 9-ാം അധ്യായത്തിലെ വിഷയം കിടക്കുന്ന 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുന്ന വിഷയത്തിനാണ്. അത് 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ നടക്കും. 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 69 ആഴ്ചവട്ടം പൂർത്തീകരിച്ചാൽ പിന്നെ അടുത്തത് 70 ആഴ്ചവട്ടമാണ്. ആ ആഴ്ചവട്ടത്തിൻ്റെ മധ്യയാണ് അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കുന്നത്. അഥവാ ആ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ കർത്താവ് അഭിഷേകം പ്രാപിച്ച്, അതായത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി വന്ന ആ നിമിഷം, അത് കാലക്കണക്ക് പരിശോധിച്ചാൽ കൃത്യം 69-ാമത്തെ ആഴ്ചവട്ടം പൂർത്തീകരിച്ച നിമിഷത്തിലാണ് യേശുക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ പോയതെന്ന് കാലക്കണക്ക് വെച്ച് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകും. ഇനി കാലക്കണക്ക് എവിടെയാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലായില്ല. കാലക്കണക്ക് തുടങ്ങുന്നത് ഇവിടെ വായിക്കുന്നു, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെട്ട നാൾ. എന്നാൽ യെരുശലേമിനെ പണിയാൻ കൽപ്പന പുറപ്പെട്ടെന്നറിയണ്ടേ? BC 457 ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് കൽപ്പന പുറപ്പെട്ടത്. BC 457 നിങ്ങൾ കുറിച്ചിട്ടുള്ളൂ. BC 457 മുതൽ 490 വർഷ കാലഘട്ടം. BC 457 മുതൽ 62ഉം 7ഉം 69 ആഴ്ചവട്ടം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അഥവാ അവൻ്റെ മേൽ അഭിഷേകം വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി BC 457 ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് ഈ കൽപ്പന പുറപ്പെട്ടതെന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയുന്നതിന് തിരുവഴുത്തിൽ നിന്നുള്ള തെളിവ് എസ്രാ ശാസ്ത്രിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. എസ്രാ ശാസ്ത്രിയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. എസ്രാ ശാസ്ത്രിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവൻ യെരുശലേമിൽ വന്നത് അത് രാജാവിൻ്റെ 5-ാം മാസം, ഞാനതിൻ്റെ 2 വാക്യം കൂടി മേലോട്ട് കയറ്റി വായിക്കുകയാണ്. അവനോട് ഇസ്രായേൽ മക്കളെ
ഇസ്രായേൽ മക്കളിലും പുരോഹിതന്മാരിലും ലേവ്യരിലും സംഗീതക്കാരിലും വാതിൽകാവക്കാരിലും ദേവാലയദാസന്മാരിലും ചിലർ അർത്ഥസൃഷ്ടാവിൻ്റെ 7-ാം ആണ്ടിൽ യെരുശലേമിൽ വന്നു. 5-ാം മാസത്തിലായിരുന്നു അവൻ യെരുശലേമിൽ വന്നത്. അത് രാജാവിൻ്റെ 7-ാം ആണ്ടായിരുന്നു. അതായത് അർത്ഥസൃഷ്ട രാജാവിൻ്റെ 7-ാം വർഷത്തിൽ 1-ാം മാസം 1-ാം തീയതി അവൻ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് തൻ്റെ ദൈവത്തിൻ്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അവൻ 5-ാം മാസം 1-ാം തീയതി യെരുശലേമിലെത്തി യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും ഇസ്രായേൽ മനസ്സ് വെച്ചിരുന്നു. ഈ എസ്രാ ശാസ്ത്രിയുടെ പുസ്തകം പഠിച്ചാൽ മനസ്സിലാവും യെരുശലേമിനെ പുതുക്കി പണിയാൻ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഇസ്രായേലിന് അനുമതി ദാനിയേൽ മുഖാന്തരം കൊടുക്കുകയാണ്. എസ്രാ ശാസ്ത്രിക്ക് കൊടുക്കുകയാണ്, ആ പണിയാനുള്ള കൽപ്പന കൊടുക്കുകയാണ്. അതായത് ഈ യെരുശലേമിനെ വീണ്ടും 70 വർഷത്തെ പീഡനത്തിനു ശേഷം അല്ലെങ്കിൽ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നതിന് ശേഷം ഇസ്രായേൽ യെരുശലേമിനെ പുതുക്കി പണിയാനുള്ള കൽപ്പന ഈ സമയത്താണ് നടക്കുന്നത്. BC 457 ഏപ്രിൽ മാസത്തിലാണിത് നടക്കുന്നത്. ഏപ്രിൽ മാസം 26-ാം തീയതിയാണ്. അവിടെ മുതൽ 490 വർഷം കണക്ക്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ 490 വർഷം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമ്മളുടെ ഗിഗോറിയൻ കലണ്ടർ വെച്ചല്ല കണക്ക് കൂട്ടേണ്ടത്. അന്ന് ഗിഗോറിയൻ കലണ്ടർ ഇല്ല. പ്രവചനം നടക്കുന്ന സമയത്ത്, അതായത് ദാനിയേൽ പ്രവാചകനോട് പ്രവചിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഇസ്രായേലിയൻ്റെ കലണ്ടർ എന്ന് പറയുന്നത് ലൂണാർ വർഷ കലണ്ടറാണ്. ആ ലൂണാർ വർഷ കലണ്ടറിനകത്ത് ഗിഗോറിയൻ കലണ്ടറുമായിട്ട് ചില വ്യത്യാസമുണ്ട്. ലൂണാർ വർഷ കലണ്ടർ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവർഷ കണക്കനുസരിച്ച് ഒരു വർഷമെന്ന് പറയുന്നത് 365 ദിവസം, 365.2422 അതാണ് കണക്ക്. അതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ വച്ച് ഒരു വർഷത്തിൻ്റെ കണക്ക്. ഇത് ഗിഗോറിയൻ കലണ്ടറാണ്, ക്രിസ്തുവർഷ കലണ്ടറാണ്. എന്നാൽ ലൂണാർ കലണ്ടർ അങ്ങനെയല്ല. ലൂണാർ കലണ്ടറിനകത്ത് അവരുപയോഗിച്ചിരുന്ന വർഷം എന്ന് പറയുന്നത് ചന്ദ്രവർഷം എന്ന പേരിൽ അത് അറിയപ്പെടാറുണ്ട്, ലൂണാർ വർഷം എന്നറിയപ്പെടാറുണ്ട്. ആ കലണ്ടറിൽ ഒരു വർഷമെന്ന് പറയുന്നത് ഗിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 365 ആണെങ്കിൽ ലൂണാർ കലണ്ടർ അനുസരിച്ച് ഒരു വർഷമെന്ന് പറയുന്നത് 354 ദിവസങ്ങളാണ്. 354 അതായത് 29.5 ദിവസമാണ് ഒരു മാസം. 29.5 ദിവസത്തിൻ്റെ കണക്കാണ് ഒരു മാസം. അങ്ങനെ 354 ദിവസങ്ങൾ കൂടുന്നതാണ് ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് വരുമ്പോൾ 19 വർഷം കൂടുമ്പോൾ ലൂണാർ കണക്കനുസരിച്ച് ഒരു 7 മാസം കൂടുതൽ വരും. കാരണം അത് കുറഞ്ഞ സമയം കൊണ്ടാണ് അത് കണക്ക് കൂട്ടുന്നത്. 365 എന്നുള്ളത് 354 വെച്ച് കൂട്ടുമ്പോൾ, നമ്മുടെ കണക്ക് വെച്ച് കൂട്ടുമ്പോൾ ഏതാണ്ട് ഈ 19 വർഷങ്ങൾക്കിടയിൽ ഒരു 7 മാസം അധികം വരുന്നതായിട്ട് കണക്കാൻ പറ്റും. ഈ 7 മാസം അധികം വരുന്നതിനെ ലീപ്പ് വർഷം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ 354 എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാസം 29.5 എന്ന് പറയുന്ന ഒരു കണക്ക് വെച്ചിട്ട് 354 വെച്ച് കണക്ക് കൂട്ടിയാൽ 7 × 70 കണക്ക് കൂട്ടുമ്പോൾ 490 വർഷം, അവരുടെ കണക്കിലുള്ള 490 വർഷത്തിനകത്ത് ഈ അവസാനത്തെ ഒരു വർഷം, ആ ഒരു ആഴ്ചവട്ടം 7 വർഷത്തിന് തൊട്ട് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ ദാനിയേൽ പ്രവാചകൻ പറയുന്നത്. അതായത് ദാനിയേൽ പ്രവാചകൻ്റെ വാക്കനുസരിച്ച് 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ, ആദ്യത്തെ 7 ആഴ്ചവട്ടവും പിന്നെ 62 ആഴ്ചവട്ടം, 62ഉം 7ഉം 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ, അഥവാ 70 ആഴ്ചവട്ടം ആരംഭിക്കുമ്പോൾ അഭിഷിക്തൻ രംഗത്ത് വരികയാണ്. ആ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ആ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അഭിഷിക്തൻ നിയമത്തെ കഠിനപ്പെടുത്തും, അഥവാ നിയമത്തെ കുറെക്കൂടെ ബലപ്പെടുത്തും. ആനോമോസ് ചെയ്യുന്ന പോലെ, എതിർ ക്രിസ്തു ചെയ്യുന്ന പോലെ നിയമത്തെ ഇല്ലാതാക്കുകയല്ല, നിയമത്തെ സ്ട്രെങ്തൻ ആക്കുക. ഇനി ഇവിടെ ഈ 70 ആഴ്ചവട്ടം പൂർത്തിയായില്ല എന്ന് പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ന്യായീകരണ ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വേദഭാഗത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് കർത്താവ് പറയുന്ന കാര്യമാണ്. ഈ കർത്താവിനോട് ശിഷ്യന്മാർ വന്ന് നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? അപ്പോൾ കർത്താവിൻ്റെ വരവിനുള്ള അടയാളവും പറയണം, ലോകാവസാനത്തിൻ്റെ അടയാളവും പറയണം. ഇത് രണ്ടും 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളവും ലോകാവസാനത്തിൻ്റെ അടയാളവും എല്ലാം കർത്താവ് പറയുന്നുണ്ട്. അതായത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അവസാനമായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവ് പ്രത്യക്ഷപ്പെടും, തൻ്റെ വൃതന്മാരെ ചേർക്കും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായങ്ങൾ നമ്മൾ പറയുമ്പോൾ വലിയ പീഡയൊക്കെ വരുന്നുണ്ട്. വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങുമെന്നൊക്കെ കർത്താവ് പറയുമ്പോൾ, അവിടെ വൃതന്മാരെന്ന് ഗ്രീക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇലക്ടോസ് എന്ന വാക്കാണ്. ഇലക്ടോസ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതായത് കർത്താവ്
തിരഞ്ഞെടുത്തിരിക്കുന്നത്. കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെ നിങ്ങളെയുമാണ്. യേശു ക്രിസ്തു തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനം നിമിത്തം ഈ പീഡനത്തിൻ്റെ അളവ് കുറയും. ഇനി വെളിപ്പാട് പുസ്തകം പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ 3.5 വർഷം മാത്രമേ എതിർ ക്രിസ്തുവിൻ്റെ ഭരണവാഴ്ച കാണുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ 7 ആഴ്ചവട്ടത്തെ ചേർത്ത് പിടിക്കേണ്ടി വരുന്നത് കൊണ്ട് ഇവരത് 7 വർഷം മഹോപദ്രവം ഉണ്ടെന്ന് അങ്ങ് പ്രസംഗിക്കും. 7 വർഷം മഹോപദ്രവം ഉണ്ടെന്ന് വേദപുസ്തകത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവരുടെ കയ്യിൽ ഉത്തരവുമില്ല. 7 വർഷ പീഡനത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നതേയില്ല. പക്ഷേ ഈ പറയുന്ന ഒരാഴ്ചവട്ടത്തിൻ്റെ കണക്ക് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് സഭയ്ക്ക് പീഡനമില്ല എന്ന് സ്ഥാപിക്കാൻ പെടാപ്പാട് പെട്ടു വന്നപ്പോൾ നമ്മളിൽ പലരും അത് ശ്രദ്ധിക്കാതെ പോയി. അവസാനത്തെ ഒരാഴ്ചവട്ടം 7 വർഷ കണക്ക് ആയതുകൊണ്ട് ആ ഒരാഴ്ചവട്ടമാണ് എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയെന്ന് നിയമത്തെ കഠിനമാക്കുന്ന വിഷയമൊക്കെ ഉയർത്തിയെടുത്തിട്ട് ഇത് എതിർ ക്രിസ്തു ചെയ്യുന്ന പണിയാണെന്ന് സ്ഥാപിച്ച് പ്രസംഗിച്ചപ്പോൾ നമ്മളും അറിയാതെ വിശ്വസിച്ചു 7 വർഷം മഹാപീഡനമാണെന്ന്. ഈ 7 വർഷം സഭയെ പീഡനത്തിന് മുമ്പ് എടുത്ത് ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി ഒരു മണിപ്പന്തലിനകത്ത് നമ്മളെ താമസിപ്പിക്കുമെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ ഒരു മണിപ്പന്തലിനെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പുസ്തകത്തിൽ തെളിവില്ല. ഇനി കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുമ്പോൾ 7 വർഷത്തേക്ക് വേറെ എങ്ങോട്ടെങ്കിലും ആണോ പോകുന്നത് എന്നൊന്നുകൂടി ചോദിച്ചാൽ അല്ല എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ അവനെ എതിരേൽക്കുക എന്ന് പറഞ്ഞാൽ അവനെ വെൽക്കം ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക. എതിരേൽക്കുക എന്ന് പറഞ്ഞാൽ പോയി കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സ്വാഗതം ചെയ്യാനാണ് പോകുന്നത്, അവിടുന്ന് വേറെ എങ്ങോട്ടേലും പോകുകയല്ല. അങ്ങനെ തെസ്സലോനിക്ക. പക്ഷെ അത് ശ്രദ്ധിച്ചു പഠിക്കാൻ നമ്മൾ മിനക്കെടാത്തത് കൊണ്ട് കാലങ്ങളോളം ഈ സഭ പീഡനത്തിലൂടെ പോകത്തില്ല എന്ന് ഈ കൂട്ടർ ജനത്തെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചു. എന്നാൽ ശ്രദ്ധിച്ചു പഠിക്കാൻ ശ്രമിച്ചവർ ആശയക്കുഴപ്പത്തിനായി. അങ്ങനെ ആശയക്കുഴപ്പത്തിലായവർ 70 ആഴ്ചവട്ടം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ആശയക്കുഴപ്പത്തിനായി. അങ്ങനെയുള്ള ചില സഹോദരന്മാരാണ് എന്നോട് പറഞ്ഞ് 70 ആഴ്ചവട്ടം ശരിക്കും എന്താണെന്നൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിയും. ദാനിയേൽ എന്താണോ ആവശ്യപ്പെട്ടത് അത് പൂർത്തീകരിക്കപ്പെട്ടു. ദാനിയേൽ ആവശ്യപ്പെട്ടത് തൻ്റെ ജനത്തിൻ്റെ അകൃത്യത്തിൽ നിന്നുള്ള മോചനമാണ്. അത് പൂർത്തീകരിച്ചു. അത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവർ വീണ്ടും തർക്കത്തിനായി എടുക്കുന്ന വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്ക് അവരെടുത്തിട്ട് ഇങ്ങനെ പറയും. കർത്താവ് പറഞ്ഞില്ലേ, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത അത് ഈ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 27-ാമത്തെ വാക്യത്തിൽ ഒരു വാക്കുണ്ട്. ഇതിനോട് ചേർത്ത് വെച്ച് ഒരു വ്യാഖ്യാനിക്കും. ശ്രദ്ധിച്ചത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ പെട്ടുപോകും. തിരുവഴുത്ത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ ആരെങ്കിലും ഒന്ന് ശ്രമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവും. 27-ാമത്തെ വാക്യത്തിലെ മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ന് പറയുന്ന പ്രയോഗത്തെ ചേർത്ത് പഠിപ്പിക്കുമ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദാനിയേൽ പ്രവാചകനും പറഞ്ഞിരിക്കുന്നു, അത് വരും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അവസാന ആഴ്ചവട്ടം ഇപ്പോഴും നടന്നിട്ടില്ല. അത് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ആരാണോ അവൻ വരുമ്പോഴേ പൂർത്തിയാകൂ എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ വളരെ നൈസായിട്ട് വലിച്ചിട്ട് പോകും. ശ്രദ്ധിക്കുക, ഒന്നുകൂടി ഞാനിത് ആവർത്തിച്ച് നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധിക്കാം. എന്നിട്ട് നിങ്ങൾ പറയൂ, ഈ പറയുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ വാക്യം തന്നെയാണോ? ശരിയാണ്, ഇവിടെ പറയുന്നുണ്ട് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിട്ടുണ്ട്. എന്തിനെക്കുറിച്ച്? ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം, ഈ 15-ാം വാക്യത്തിൽ പറയുന്ന ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതിനെക്കുറിച്ച് പ്രവചിച്ച വിഷയമാണ് ഇവിടെ പറയുന്നത്. അതായത് ദാനിയേൽ പ്രവാചകൻ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത് എവിടെയാണ് എന്ന് പരിശോധിക്കണം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന പ്രവചനമല്ല. മനസ്സിലായോ? 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന വിഷയമല്ല പറഞ്ഞത്, മറിച്ച് ശൂന്യമാക്കുന്നവൻ മ്ലേച്ഛതകളുടെ ചിറകിന്മേലേറി ശൂന്യമാക്കുന്നവൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന വിഷയം 9-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് പറയുന്നു, ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണും.
ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്. അവനെ നിങ്ങൾ അവസാന ഘട്ടത്തിൽ കാണും. അതായത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് എപ്പോഴാണെന്ന് ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് 9-ാം അധ്യായത്തിലല്ല. നമ്മളെ വളരെ തന്ത്രപരമായിട്ട് 9-ാം അധ്യായത്തിൽ കയറ്റി 70 ആഴ്ചവട്ടം നമ്മുടെ ബ്രെയിനിലേക്ക് കയറ്റി വിട്ടത് പ്രശ്നം. ദാനിയേൽ പ്രവാചകൻ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് 9-ാം അധ്യായത്തിലല്ല, മറിച്ച് 11-ാം അധ്യായത്തിലാണ്. നിങ്ങൾ അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് പോയാൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ഒരു 30 വരെ മുതലുള്ള വേദഭാഗം ഞാൻ വായിക്കുകയാണ്. അതുകൊണ്ട് അവൻ വ്യസനിച്ചു മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രുദ്ധിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിക്കും. വിശുദ്ധ നിയമത്തെ കഠിനപ്പെടുത്തുന്ന വിഷയമല്ല, അത് 9-ാം അധ്യായത്തിൽ. ഇവിടെ നിയമത്തെ തള്ളിക്കളയുന്നവനെ ആദരിക്കുന്ന ഭരണകർത്താവ് വരാൻ പോവാ. നിയമത്തെ ത്യജിച്ചു പറയുന്ന, വിശ്വാസത്തെ ത്യജിച്ചു പറയുന്ന ആളുകളെ നിരന്തര ഹോമയം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. 11-ാം അധ്യായത്തിലാണ് നിരന്തര ഹോമയാഗത്തെ നിർത്തി ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ വിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ ഈ ശൂന്യമാക്കുന്നവൻ കയറി ചെല്ലുന്നത്. ഇത് അന്ത്യകാലഘട്ടത്തെക്കുറിച്ചാണ്. 11-ാം അധ്യായം ശാന്തമായി പഠിച്ചത് മനസ്സിലാവും. 70 ആഴ്ചവട്ടവുമായി ഒരു ബന്ധമില്ല. 70 ആഴ്ചവട്ടത്തിൽ ശൂന്യമാക്കുന്നവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശൂന്യമാക്കുന്നതിൻ്റെ വരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന വിഷയമാണ് കർത്താവ് പറഞ്ഞതെങ്കിൽ, വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിലാണ്. അതുകൊണ്ട് 70 ആഴ്ചവട്ടം ഇക്കാലവുമായി ഒരു ബന്ധവുമില്ല. 70 ആഴ്ചവട്ടം എന്തിനു വേണ്ടിയാണോ ദൈവം നിശ്ചയിച്ചത് അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അത് യേശുക്രിസ്തുവിൻ്റെ ഛേദിക്കപ്പെടൽ, അതായത് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അന്ന് യാഗങ്ങൾ അവസാനിച്ചു. ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. അതിനുശേഷം വരുവാനിരുന്ന പ്രഭുവിൻ്റെ പടജനം ആ ആലയത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഒരു പ്രളയം പോലെ അതിനെ തകർത്തില്ലാതാക്കി കളഞ്ഞു. ഇതൊക്കെ നമുക്ക് ചരിത്ര പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇനി ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന 9-ാം അധ്യായത്തിൽ ഒരിടത്ത് പോലും സഭ ഇടയ്ക്ക് വെച്ച് എടുക്കപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് ആദമിൻ്റെ സന്തതിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിൽ നടക്കുന്നത്. പാപത്തിൽ വീണുപോയ തലമുറയെ പാപവിമുക്തരായി ചേർത്ത് തന്നോട് ചേർത്ത് തൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ ഒരു പദ്ധതി, ഒരു വലിയ പദ്ധതി, ഒരു വലിയ വാഗ്ദത്തം, അത് നടപ്പിലാക്കാനായി യേശു വന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി എന്നെ വേർതിരിച്ച് വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നില്ലേ. അപ്പോൾ പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദത്തം ചെയ്ത വിശേഷപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറയുന്നത് സകല ജാതികളും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തിൽ പങ്കാളികളുമാകുമെന്നുള്ളതാണ്. അതായത് നമ്മെ അവൻ വീണ്ടും ചേർക്കുമെന്ന് പറയുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് സഭ കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപപ്പെട്ട് അവനോട് ചേർക്കപ്പെടുന്ന നിമിഷമാണ്. ആ മർമ്മപ്രധാനപ്പെട്ട വിഷയം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നതേയില്ല. അഥവാ സഭയുടെ ഉൽപ്രാപണത്തെക്കുറിച്ച് 9-ാം അധ്യായത്തിൽ പറയുന്നതേയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഭയുടെ ഉൽപ്രാപണമാണ്. സഭയുടെ ഉൽപ്രാപണം എപ്പോൾ നടക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ 11-ാം അധ്യായത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് ബിംബത്തെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയമില്ലേ, അത് 11-ാം അധ്യായത്തിൽ പറയുന്നത് ലോക അവസാന വിഷയത്തെക്കുറിച്ച്. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ആ പറയുന്ന സംഭവം കർത്താവിനോട് ചേർക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സകല മനുഷ്യരും കാണും. കാരണം അവൻ സകല മനുഷ്യരോടും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നിയമത്തെ ത്യജിച്ചു വരുന്നവനെ ആദരിക്കും. നിയമം അനുസരിക്കാൻ പോകുന്നവൻ്റെ പെടലി വിട്ടും ഉപദ്രവം ലോകത്തിന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വലിയ കഷ്ടമുണ്ടാകും. ആ കഷ്ടം കഴിഞ്ഞ ഉടൻ സൂര്യൻ ഇരുളും ചന്ദ്രൻ രക്തതുല്യമായി തീരും. അപ്പോൾ ഈ വലിയ കഷ്ടത്തിന് ശേഷം മനുഷ്യപുത്രൻ ആകാശത്തിൽ നിന്ന് ഗംഭീരനാഥത്തോടു കൂടി ഇറങ്ങി വരുമെന്നൊക്കെ പറയുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം പിന്നീട് 24-ാം അധ്യായത്തിൽ നമ്മൾ ഈ 24-ാം അധ്യായത്തിൽ ശൂന്യമാക്കുന്നവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം തുടർന്ന് വായിച്ച് മനസ്സിലാവും. അപ്പം ഞാൻ ഒന്നുകൂടി പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യട്ടെ, നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകരുത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറഞ്ഞ 70 ആഴ്ചവട്ടം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നീടുള്ള 3.5 വർഷം കൊണ്ട് 70 ആ യെരുശലേം ദേവാലയവും തകർക്കപ്പെട്ടു. ഇപ്പോൾ ദൈവജനം ദൈവത്തിൻ്റെ മന്ദിരമായി മാറി. ദൈവം ഇനി മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല.
ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും വസിക്കുകയാണ്. ഇത് പിന്നീട് അപ്പസ്തോലന്മാർ നമുക്ക് വ്യക്തമായി പരിശുദ്ധാത്മാവിൽ ബോധ്യപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് നാം എവിടെയായിരുന്നാലും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. മുമ്പ് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ അങ്ങോട്ട് പോകണമായിരുന്നെങ്കിൽ ഇനി അത് ആവശ്യമില്ല. നിങ്ങൾ എവിടെ 2-3 പേര് കൂടിയാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ലോക അവസാനത്തോളം എന്നുവരെ ലോക അവസാനത്തോളം. അപ്പോൾ ലോക അവസാനം വരെയും നമ്മളിവിടെ ഉണ്ട്, നമ്മളോട് കൂടെ കർത്താവുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എതിർക്രിസ്തു വരും. എതിർക്രിസ്തു വലിയ നിയമവിരുദ്ധനായി മാറും. നിയമം കഠിനപ്പെടുത്തുകയല്ല, നിയമത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തും. അനോമോസ് എന്നാണ് അവൻ്റെ പേര്. നിയമത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം നടത്തും. പക്ഷെ നാം നിയമത്തെ അനുസരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവാക്കുകൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്താൽ ഒരാണു ഇട പോലും ഈ എതിർ ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് കീഴ്പ്പെടാതെ സ്വന്തം പ്രാണനെ വിലയേറിയതായി എണ്ണാതെ പ്രാണനെ വെച്ചു കൊടുക്കും, സസന്തോഷം വെച്ചു കൊടുക്കും. അവന് നമ്മളെ തോൽപ്പിക്കാനാവില്ല. നാം പ്രാണനെ നമുക്ക് അവനെ ഭയപ്പെടേണ്ടതില്ല. കർത്താവ് തന്നെ വളരെ വ്യക്തമായി പറയും, നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ ലോകത്തിൻ്റെ ഒരു ശക്തിയെ നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പം ദൈവഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് മരണഭീതി മാറും. അവൻ ഇതിനെ ഭയപ്പെടത്തില്ല. അതിനെ ഭയപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയുടെ ഭാഗമായിട്ടാണ് 70 ആഴ്ചവട്ടം ദൈവസഭയ്ക്കകത്ത് വിവരിക്കപ്പെട്ടത്. ആ 70 ആഴ്ചവട്ടം വിവരിക്കുമ്പോൾ ആ 70 ആഴ്ചവട്ടത്തെ ദൈവസഭയുമായി ബന്ധപ്പെടുത്താൻ പാടുപെടേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം എടുത്തിട്ട് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 27-മായിട്ട് ക്ലബ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ വേദഭാഗമാണ്. അത് 9-ാം അധ്യായത്തിലല്ല, 11-ാം അധ്യായത്തിലാണ്. അത് വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ 70 ആഴ്ചവട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടം പൂർത്തിയായി. 69 എപ്പോൾ തീർന്നോ അപ്പം 70 ആരംഭിച്ചു. ആ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ, അതായത് 70-ാമത്തെ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന് ശേഷം വേറെ ഏത് അഭിഷിക്തൻ? പിന്നെ നാം എല്ലാവരും അഭിഷേകം പ്രാപിക്കുന്നവരാണ്. പക്ഷേ പാപത്തിന് നിത്യനീതി വരുത്തുവാൻ നമുക്കതിൻ്റെ 24-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിട്ട് അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനായി അഭിഷേകം ലഭിച്ചവൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അത് വരുത്തി. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുക്രിസ്തു 70-ാം ആഴ്ചവട്ടത്തിൻ്റെ മധ്യയാണ് ഛേദിക്കപ്പെട്ടത്. പിന്നീട് വരുന്ന പ്രഭുവിൻ്റെ പ്രവചനം അത് തകർത്തു. അവസാനം ലാസ്റ്റ് വാക്യം, ആ വാക്യം 70 ആഴ്ചയുമായി ബന്ധപ്പെട്ടില്ല. 70 ആഴ്ചവട്ടം എന്തിനായിട്ട് പറയപ്പെട്ടു? അത് പൂർത്തീകരിക്കപ്പെട്ടു. വീണ്ടും പറയണം, മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ അതിനുശേഷം വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. നിർണയിക്കപ്പെട്ടിട്ടുള്ള സമാപ്തിയോളം. ഈ നിർണയിക്കപ്പെട്ട സമാപ്തി 70 ആഴ്ചവട്ടമല്ല. ആ നിർണയിക്കപ്പെട്ട സമാപ്തി വേറെ. 70 ആഴ്ചവട്ടം വേറെ വിഷയത്തിനാണ്. നിർണയിക്കപ്പെട്ട സമാപ്തി കിടക്കുന്നതേ ഉള്ളൂ. അത് നമ്മൾ 2 തെസ്സലോനിക്ക ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം സംബന്ധിച്ച് നിങ്ങൾ വല്ല ആത്മാവിലും ഞെട്ടുകളയോ ഒന്നും ചെയ്യരുത്. ഞങ്ങൾ എഴുതി എന്ന് തോന്നിപ്പിക്കുന്ന പല പരിപാടിയായിട്ട് പലരും വരും. നിങ്ങൾ വിശ്വസിക്കരുത്. ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കണം. അതിനുശേഷം അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടും. ഈ അധർമ്മമൂർത്തിയെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ നശിപ്പിച്ചു കളയും. അപ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ന് സംഭവിക്കുന്നു. ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളും കാത്തിരിക്കുന്നത്. അവൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കും. പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിനെയാണ് പ്രത്യക്ഷത എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. രഹസ്യവരവിനെ പ്രത്യക്ഷത എന്ന പദം ഉപയോഗിക്കുന്നില്ല. പുസ്തകത്തിൽ പ്രത്യക്ഷത എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരോട് പറയുകയാണ്, അവൻ്റെ പ്രത്യക്ഷതയിൽ എന്ത് സംഭവിക്കും? അവൻ്റെ പ്രത്യക്ഷതയിൽ പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസം. നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡയും നൽകും. 2 തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് അവൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ അധർമ്മമൂർത്തി നശിപ്പിക്കപ്പെടും. അപ്പോൾ അതായത് നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഈ അധർമ്മമൂർത്തി നശിപ്പിക്കപ്പെടണമെങ്കിൽ പ്രത്യക്ഷതയ്ക്ക് മുമ്പേ അധർമ്മമൂർത്തി ഇവിടെ ഉണ്ടാകണം. അധർമ്മമൂർത്തിയുടെ കാലഘട്ടത്തിൽ അധർമ്മമൂർത്തിയെ ജയിക്കാൻ ദൈവ പൈതലിന് മാത്രമേ കഴിയൂ. വിശ്വാസത്താൽ ലോകത്തെ ജയിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം ലഭിച്ചവർ, കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ആ പീഡനങ്ങളെ അതിജീവിക്കും. പ്രാണനെ വിലയേറിയതായി എണ്ണാതെ രക്തസാക്ഷികളാകാൻ തയ്യാറാകും. അങ്ങനെ ക്രിസ്തുവിൽ മരിക്കുന്നവർ, കർത്താവ് സ്വർഗത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഈ കർത്താവിൻ്റെ നാമം നിമിത്തം ഇനിയും തല ഛേദിക്കപ്പെടേണ്ട ചിലരും കൂടിയുണ്ട്, അവരും കൂടി വരുവോളം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊക്കെ മുമ്പേ പോയവരോട് പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ക്രൂശ് മരണം വരെയുള്ള വിഷയങ്ങളാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചേർക്കപ്പെട്ട ജനതയുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമാണ്. കാരണം 70 വർഷം
പ്രവാസത്തിലേക്ക് പോയ ഈ ജനത യിരെമ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവരെ 70 വർഷം കഴിഞ്ഞ് മടക്കി വരുത്തുമ്പോൾ അവർക്കൊരു ശുഭഭാവി കൊടുത്താണ് മടക്കി വരുത്തിയത്. അവരെ തകർത്തിരുന്ന ശക്തികളെ ശൂന്യമാക്കിയാണ് അവരെ മടക്കി കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ദാനിയേൽ അത് വായിച്ചു മനസ്സിലാക്കിയിട്ട് പറയുക, യിരെമ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതെല്ലാം നടന്നു, പക്ഷേ ഇന്നെൻ്റെ ജനം വീണ്ടും വഴിതെറ്റിയിരിക്കുക. അതുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, ദൈവമേ, നീ ഞങ്ങളെ സ്നേഹിച്ചു, നീ ഞങ്ങളെ നടത്തി, നിന്റെ നീതി ഞങ്ങൾക്ക് തന്നു, പക്ഷേ ഞങ്ങൾ നിന്നോട് അകൃത്യം കാണിച്ചു, ഞങ്ങൾ വീണ്ടും വീണ്ടും തെറ്റി. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ഞങ്ങളുടെ പ്രവാചകന്മാരും ഞങ്ങളുടെ രാജാക്കന്മാരും ഒക്കെ നിന്നോട് അകൃത്യം ചെയ്തു. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം. ഞങ്ങളെന്നും ഇങ്ങനെ തെറ്റും, വീണ്ടും നന്നാവും, വീണ്ടും തെറ്റും, നീ വീണ്ടും ഞങ്ങളെ ശിക്ഷയ്ക്ക് വിടും, വീണ്ടും ഞങ്ങളെ നിലവിളിക്കും, വീണ്ടും ഞങ്ങളെ മടക്കും. ഇതിനൊരു നിത്യനീതി വരുത്തി തരണമേ. ആ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വരുന്നു. ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ മഹാപുരുഷ, നിൻ്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ മറുപടി എൻ്റെ കയ്യിലിട്ടിട്ടുണ്ട്. ആ മറുപടി എന്ന് പറയുന്നത് അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട കാലഘട്ടം 70 ആഴ്ചവട്ടമാണ്. അഥവാ ലൂണാർ കലണ്ടർ പ്രകാരം 490 വർഷങ്ങൾ കഴിയുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി പൂർത്തിയാകും. അതിനാദ്യത്തെ 7 വർഷം വരെ അഭിഷിക്തനുണ്ടാകും. അതിനുശേഷം ഇരുണ്ട കാലഘട്ടമായിരിക്കും. ഈ പിന്നീടുള്ള 62 ആഴ്ചവട്ടം, 62 × 7 എന്ന് പറയുന്ന കാലക്കണക്ക് വരെയുള്ള വർഷങ്ങൾ ഇരുണ്ട കാലഘട്ടമായിരിക്കും. അത് മലാഖി പ്രവാചകന് ശേഷം ഇങ്ങോട്ട് പ്രവാചകന്മാരാരുമില്ലാത്ത ഒരു ഇരുണ്ട കാലഘട്ടം ഇസ്രായേലിനുണ്ടായി. ഒരുപാട് ദുരുപദേഷ്ടാക്കന്മാർ, ഒരുപാട് കള്ളപ്രവചനങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് പേര് പ്രവാചകന്മാരെന്നൊക്കെ പറഞ്ഞു വന്ന് ജനത്തെ പറ്റിക്കുന്ന അനുഭവങ്ങളുണ്ടായി. അവർ നിലവിളിച്ചു, അവർ കാനോനീകരണം നടത്തി. മലാഖി പ്രവാചകന് ശേഷം വന്നിട്ടുള്ള പ്രവാചകന്മാരെ ഒക്കെ തള്ളിക്കളഞ്ഞു, അവരുടെ പുസ്തകങ്ങളും തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ വേദപുസ്തകത്തിനകത്ത് അപ്പോക്രിഫ കാലഘട്ടത്തിൽ ചമയ്ക്കപ്പെട്ട പുസ്തകങ്ങൾ ചേർക്കപ്പെടാതിരിക്കുന്നത്. ആ 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ ഇതാ മറ്റൊരുത്തൻ സ്വർഗത്തിൽ നിന്ന് ഡിക്ലെയർ ചെയ്യപ്പെട്ട അഭിഷിക്തനായി വരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നാനമേറ്റ് അഭിഷേകം പ്രാപിക്കുന്ന നിമിഷം ആ അഭിഷിക്തൻ അടുത്ത പരിപാടി നിയമത്തെ കഠിനപ്പെടുത്തുക. അതിനുശേഷം ആ ആഴ്ചവട്ടത്തിൻ്റെ ആ അഭിഷിക്തൻ്റെ 7 വർഷ കാലഘട്ടത്തെ ശുശ്രൂഷയ്ക്കിടയിലായി ഇതാ അഭിഷിക്തൻ ഛേദിക്കപ്പെടുകയാണ്. പിന്നീട് വരുന്ന പ്രഭുവിൻ്റെ ജനം ഈ ദേവാലയം തകർക്കുകയാണ്. വീണ്ടും ശൂന്യമാക്കുന്നവൻ വരും. വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന വിഷയമല്ല, ശൂന്യമാക്കുന്നവൻ ചിറകിന്മേൽ, മേച്ചതകളുടെ ചിറകിന്മേൽ വന്നുകൊണ്ടിരിക്കും. അതിപ്പോഴേ വന്നുകൊണ്ടിരിക്കുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവൻ ശക്തമായി വരും, അവസാനത്തോളം യുദ്ധമുണ്ടാകും. ഇവൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം ചൊരിയും. സമാപ്തി, അവിടെ എഴുതിയിരിക്കുന്ന നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയപ്പെടും. ഇതാണ് 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് ഞാൻ തിരുവെഴുത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നൊരു കാര്യം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഞാൻ ഇതുവരെ വിശദീകരിച്ചിട്ടുള്ള 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് നമുക്കിടയിൽ കേട്ടിട്ടുള്ള പല സന്ദേശങ്ങളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പഠിപ്പിച്ചിട്ടുള്ളവരോട് പുസ്തകത്തിനകത്ത് എവിടെയാണ് ഗ്യാപ് തിയറി ഉള്ളത്, ഏറ്റവും മാർമിക വിഷയമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. അത് ഈ 70 ആഴ്ചവട്ടത്തിനകത്ത് എപ്പോഴാണ് നടന്നതെന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ല. കാരണം 69 ആഴ്ചവട്ടത്തിന് മുമ്പ് ക്രൂശിക്കപ്പെട്ട വിഷയം ക്രൂശിനെ കുറിച്ചില്ല. ക്രൂശാണ് കാതൽ. ആ കാതലായ വിഷയം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം ഇവർ പഠിപ്പിക്കുന്നതനുസരിച്ച് പഠിച്ചാൽ ഈ 70 ആഴ്ചവട്ടത്തിനകത്ത് അത് വരത്തില്ല. ഇവർ പഠിപ്പിക്കുന്ന പഠിപ്പീരനുസരിച്ച് 70 ആഴ്ചവട്ടത്തിനകത്ത് ക്രൂശില്ല, മറിച്ച് ക്രൂശ് ഗ്യാപ്പ് കാലഘട്ടത്തിലാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ തനിക്ക് വേണ്ടി മുദ്രയിട്ട് വേർതിരിക്കുന്നത് ഓരോരുത്തരെ തനിക്കായി മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു പറയുന്ന തിരുവെഴുത്തുകളൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന കൃപായുഗം എന്ന് പറയുന്നത് 70 ആഴ്ചവട്ടത്തിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പഠിപ്പിക്കേണ്ട സ്ഥിതി. അതിനുശേഷം 70ാമത്തെ ആഴ്ചവട്ടം, അതായത് 69നും 70നും ഇടയ്ക്കാണ് ഈ മാർമിക വിഷയങ്ങൾ നടന്നതെന്നൊക്കെ ഇവർ പഠിപ്പിക്കേണ്ടതായ ഗതികേടിൽ എത്തിച്ചിരിക്കുകയാണ്. ഏറ്റവും മാർമിക വിഷയം ഈ 70 ആഴ്ചവട്ടത്തിനകത്ത് വരാതെ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം തരാൻ പറ്റാത്ത അവസ്ഥ. ശരിക്കും ഞാൻ ഒന്നുകൂടി പറയുന്നു, 70 ആഴ്ചവട്ടം പൂർത്തീകരിക്കപ്പെട്ടു. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ നിത്യനീതി വരുത്തുന്നതോടുകൂടി അവസാനിച്ചു. ഇന്ന് നാം ഓരോരുത്തരും ആ നീതിയുടെ ഗുണഭോക്താക്കളാണ്. ദൈവത്തിൻ്റെ നീതി റോമാലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ നീതി എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരെ നീതീകരിക്കുക എന്നുള്ളതാണ് അവൻ്റെ പരിപാടി. പ്രവൃത്തിയാലല്ല നീതീകരണം, വിശ്വസിക്കുന്നവർ. ആ നിത്യനീതിയാണ് അതാണ് ഇന്നും എന്നും എന്നേക്കുമുള്ള നിത്യനീതി. വിശ്വസിക്കുന്നവരെ നീതീകരിക്കുക. ആബേൽ മുതൽ ദൈവം വെച്ച് നീതീകരണം അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതാണ് വിശ്വസിക്കുന്നവരെ നീതീകരിക്കുക. അത് പിന്നീട് നമുക്ക് പുതിയ നിയമം പഠിപ്പിക്കുന്നിടത്തെല്ലാം അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് സ്വരങ്ങളെ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയത്തെ അവസാനിപ്പിക്കാം. 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണി നടത്തുവാൻ കൽപ്പന പുറപ്പെട്ട നാൾ മുതലാണ്. 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 490 വർഷമാണ്. അതിൽ ആദ്യത്തെ 7 വർഷം, പിന്നീട് ഒരു 62 വർഷം, പിന്നെ അവസാനത്തെ 70ാമത്തെ ആഴ്ചവട്ടം.
അങ്ങനെയാണ് ഈ 70 ആഴ്ചവട്ടം പൂർത്തിയാകുന്നത്. 70 ആഴ്ചവട്ടം പൂർത്തിയാകുമ്പോൾ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയാണ്. യെരുശലേം പുതുക്കിപ്പണിയാൻ തുടങ്ങിയ നിമിഷം മുതൽ പിന്നീടുള്ള 490 വർഷങ്ങൾ കഴിയുമ്പോൾ അതേ വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെടുന്നു. ഇതാണ് 70 ആഴ്ചവട്ടത്തിനകത്ത് നിറവേറുന്നത്. ഈ 70 ആഴ്ചവട്ടത്തിൽ ആദ്യത്തെ 7 ആഴ്ചവട്ടം അവർക്ക് അഭിഷിക്തന്മാരുണ്ടായിരുന്നു. അഭിഷിക്തനായ ആളുകൾ അഭിഷിക്തന്മാർ നടത്തിയിരുന്നു. പിന്നീട് അടുത്ത 62 ആഴ്ചവട്ടം ഒരഭിഷിക്തന്മാരുമില്ലാതെ വീതിയും കിടങ്ങുകളും ഒക്കെ ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെ യെരുശലേം പോകേണ്ടി വന്നിരുന്നു. അതിനുശേഷം വരുന്ന അവസാനത്തെ 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 483 വർഷങ്ങൾക്ക് ശേഷം വരുന്ന 7 വർഷം. ആ 7 വർഷത്തിൽ അഭിഷിക്തൻ വരുന്നു. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ അഭിഷേകത്തിന് ശേഷം നമ്മൾ കാലക്കണക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിലാണ് ഈ 70ാമത്തെ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടുന്നത്. ആ സ്നാനം നടന്നു 3.5 വർഷം കഴിയുമ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയാണ്, അഭിഷിക്തൻ ഛേദിക്കപ്പെടുകയാണ്. ആ ആഴ്ചവട്ടത്തിൽ അവൻ്റെ ജനത്തോട് നിയമത്തെ കഠിനമാക്കുക, പലരോടും നിയമത്തെ കഠിനമാക്കുന്നു എന്ന് പറഞ്ഞാൽ അവനുള്ളവരോട് അവൻ ആ ന്യായപ്രമാണ നിയമങ്ങളെ കഠിനമാക്കുകയാണ്. അത് ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ കാണുന്നത്. അവൻ്റെ ഛേദിക്കപ്പെടലിന് ശേഷം പിന്നെയും ഒരു 3.5 വർഷം കൂടി, ആ 3.5 വർഷം കൂടി കഴിയുമ്പോൾ ഈ പുതുക്കിപ്പണിഞ്ഞ ഈ ആലയം, വിശുദ്ധ സ്ഥലവും വിശുദ്ധ നഗരവും നശിപ്പിക്കപ്പെടും. അത് ഒരു പ്രളയത്തോടു കൂടി അതിന് അവസാനമുണ്ടാകും. പിന്നീട് ഈ ശൂന്യമാക്കുന്ന അല്ലെങ്കിൽ ഈ അധർമ്മമൂർത്തിയുടെ വ്യാപാരം അവിടെ ആരംഭിക്കുകയാണ്. ഈ അധർമ്മമൂർത്തിയുടെ മേൽ അവസാനത്തോളം കോപം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ലാസ്റ്റ് വാക്ക്. ചുരുക്കി പറഞ്ഞാൽ 70 ആഴ്ചവട്ടം യെരുശലേമിൻ്റെ പുതുക്കിപ്പണിയൽ മുതൽ യെരുശലേമിൻ്റെ തകർച്ച വരെ 70 ആഴ്ചവട്ട സമയമെടുക്കുന്നു. ആ കാലഘട്ടത്തിനുള്ളിൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാകുന്നു. അഥവാ ദാനിയേലിൻ്റെ ജനത്തിന്, അഥവാ ദൈവത്തിൻ്റെ ജനത്തിന് നിത്യനീതി വരുത്തി വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നിത്യനീതി ഇന്നും തുടരുകയാണ്. അത് നിത്യമായി തുടരുകയാണ്. പാപത്തിന് പ്രായശ്ചിത്വം വരുത്തി ദൈവത്തിൻ്റെ ആ നീതി നിത്യനീതിയായി തന്നെ തുടരുകയാണ്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. യെരുശലേമിൻ്റെ പണി തുടങ്ങിയത് മുതൽ യെരുശലേമിൻ്റെ അവസാനം തകർച്ച വരെയുള്ള ആ കാലഘട്ടമാണ് ഈ 490 വർഷം എന്നുള്ള കാര്യം കൂടി പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ, അല്ല ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്കത് ഗ്രഹിപ്പിച്ച് തരുവാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനിതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഈ വിഷയത്തെ എനിക്ക് കുറച്ചുകൂടെ വ്യക്തത തരുവാൻ തക്കവണ്ണം നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ഒരു അറിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഷെയർ ചെയ്യുവാനൊക്കെ നിങ്ങൾ ശ്രമിക്കണം. എൻ്റെ വാട്സാപ്പ് നമ്പർ കൂടി ഇതിലിടുന്നുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.